സൺഡേ ആയിട്ട് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മസാലപ്പുണ്ടി അല്ലെങ്കിൽ അരപ്പ് പുണ്ടി ഉണ്ടാക്കിയാലോ എന്നൊരു തോട്ട്. ഞാനിത് ലാസ്റ്റ് കഴിച്ചത് ഞാൻ 10th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്. ദാറ്റ് ഈസ് എ ഡിക്കേഡ് അഗോ. ഇത് മംഗലാപുരത്ത് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാവുന്നൊരു ഡിഷായിരിക്കും കേട്ടോ. ഒത്തൻറ്റിക് ആയിട്ടുള്ള വേ ഒന്നുമല്ല, എന്നാലും ഒരു തട്ടിക്കൂട്ട്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. 3 കപ്പ് വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പും എണ്ണയും ഇട്ട് അത് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആറുന്ന വരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി മസാല ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ഉള്ളി, ജീരകം, കറിവേപ്പില, ഒരു 4-5 ഡ്രൈ ചില്ലി. ഇത് എണ്ണയിലോട്ട് ഇട്ട് നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കുക. ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഈ ബദാം സോക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ച് ഈ അരപ്പ് അതിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഇട്ട് നല്ല രീതിക്ക് തിളപ്പിക്കുക. ഇത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പുണ്ടി അല്ലെങ്കിൽ പിടി റെഡിയാക്കി എടുക്കാം. നമ്മൾ അപ്പളെ മാറ്റി വെച്ച അരിപ്പൊടീനെ നല്ല രീതിക്ക് കുഴച്ച് കുഞ്ഞു ഉരുളകളായി ഉരുട്ടിയെടുക്കുക. പിന്നെ ഇതൊരു 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കുക. അതിനുശേഷം പിടിനെ ഈ മസാലയിലോട്ട് മാറ്റി 3 മിനിറ്റോളം അടച്ച് വെച്ച് തിളപ്പിക്കുക. ഈ ഫ്ലേവറൊക്കെ അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിന് ശേഷം ചൂടോടുക്കനെ പ്ലേറ്റിലോട്ട് മാറ്റി കഴിക്കുക. എനിക്കെന്തായാലും ഇഷ്ടമായി കേട്ടോ. സന്തോഷമായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട്. ഇതെങ്ങാനും നിങ്ങൾ ട്രൈ ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.